ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയഭക്തി ബഹുമാനത്തോടുകൂടി നമ്മൾ സമീപിക്കുന്ന ഒരിടമാണ്. അവിടെ ഒരുപാട് നിഷ്ഠകളുണ്ടാവും. ആ നിഷ്ഠകൾ അനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ ദൈവകോപം ഉണ്ടാകുമെന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു ഇടം, അതാണിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന മഹാകാളിക ധർമ്മസ്ഥല. ഇത് തിരുവനന്തപുരത്ത് റസൽപുരത്താണ് ഉള്ളത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ വാതിലുകളില്ല എന്നതാണ്. ഇവിടെ ഭഗവാനെ അടച്ച് അല്ല ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, തുറന്നു കിടക്കുകയാണ്. ഭഗവാനെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ഇടമാണ്. സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് എത്തിപ്പറ്റാവുന്ന ഭക്തി പ്രകടിപ്പിക്കാവുന്ന ഒരു ഇടമാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിത് കർമാനോസ് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഈ ക്ഷേത്രത്തിനുള്ളിലെ ഈ ഒരു ധർമ്മസ്ഥലയിലേക്ക്, ഇത് യഥാർത്ഥത്തിൽ ഈ ധർമ്മസ്ഥലയിലേക്ക് അങ്ങ് കടക്കുമ്പോൾ അങ്ങ് ആദ്യം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു 6 പടിയുണ്ട്. അപ്പോൾ നമ്മുടെ പുരാതന ധർമ്മത്തിൽ പറയുന്നത് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാമെന്നാണ് പറയുന്നത്. അങ്ങ് ഈ 6 പടി കടന്ന് അങ്ങ് അടുത്തൊരു മൺതിട്ടയിലേക്ക് കടക്കുമ്പോൾ അങ്ങ് വലതുവശത്ത് നോക്കുമ്പോൾ കാലകാലേശ്വര ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിഷ്ഠ. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, കണ്ണുകൾ തുറന്ന് നമ്മളെ നോക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു ഭൂമിയിലേക്ക് അങ്ങ് കടന്ന് കയറുമ്പോൾ പ്രത്യേകം അങ്ങേക്ക് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു എന്താ പറയുന്നത്, അതിനൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ നമുക്ക് കാണാം മുമ്പോട്ട് യാത്ര ചെയ്യും. ഇവിടെ നമ്മൾ 6 പടി കടന്ന് ഇവിടേക്ക് വരുമ്പോൾ അങ്ങ് കാണുന്നത് ഇവിടെ തറയിൽ ഒന്നും ഇല്ല. ഇവിടെ ചാണകം മെഴുകിയ തറയാണ്. നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ അശുദ്ധികളും ഈ ചാണകത്തിൽ, നമ്മൾ പുരാതന കാലത്തൊക്കെ നമ്മുടെ വീടുകളെല്ലാം ചാണകം മെഴുകിയതായിരുന്നു. ഇന്നാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ സംവിധാനങ്ങളും വന്നത്. ഈ ചാണകത്തറയിൽ ചവിട്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ബാധിച്ച ആ എല്ലാ അശുദ്ധിയും അത് നമ്മളെ വിട്ടൊഴിയുന്നു എന്നുള്ളതൊരു പ്രമാണമാണ്. നമ്മളിവിടെ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ നമ്മളടുത്ത് ഈ ധർമ്മസ്ഥലയിലെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ധർമ്മസ്ഥലയുടെ 6 പടി കടന്നു വരുന്ന ഭൂമിയാണ്. ഇവിടെ നിന്ന് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം എന്ന വാക്യത്തെ പൂർണ്ണമായും അർത്ഥവത്താക്കുന്ന രീതിയിൽ ഒരു പ്രതിഷ്ഠ നമുക്ക് കാണാം. എന്നാൽ നമുക്കത് മുൻപോട്ട് പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. നമ്മളിവിടെ നിന്ന് പടിയാറും കടന്ന് അവിടെ ചെന്നതിന് ശേഷം ഈ കാണുമ്പോൾ നമ്മൾ വലതുഭാഗത്തേക്കാണ് ഒരാൾ നടന്നു പോകുമ്പോൾ പ്രത്യേകം നോക്കുന്നത്. ആ വലതുഭാഗത്ത് നമ്മളവിടെ ശിവനെ കണ്ടു. പക്ഷേ ഈ ഭൂമിയിലെ ആദ്യ പ്രതിഷ്ഠ നമ്മൾ കാണുന്നത്, ഈ ധർമ്മസ്ഥലയുടെ ആദ്യ പ്രതിഷ്ഠ നമ്മൾ കാണുന്നത് മുൻവശത്തുള്ള ബ്രഹ്മരക്ഷസിനടുത്തേക്കാണ്. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മരക്ഷസിനടുത്തേക്ക് ഇവിടുത്തെ കടന്നു വരുമ്പോഴുള്ള പ്രാർത്ഥനയുടെ ഫലം, ഈ ഭൂമിയെ നമ്മളെ പ്രാർത്ഥിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കിയത് ഈ ബ്രഹ്മരക്ഷസാണ്. അതായത് ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പെങ്ങോ പൂജിച്ചിരുന്ന ഒരു ആണ്. ആ ഒരു സങ്കല്പത്തിലാണ് ആ ബ്രഹ്മരക്ഷസിനെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കാരണം ഇനി നമ്മൾ കാണുന്നത് ബ്രഹ്മരക്ഷത്തിന് തൊട്ടടുത്തായിട്ട് ഒരു ഒറ്റ പനയാണ്. ഇത് ഈ ഭൂമിയെ കാത്തു രക്ഷിക്കുന്ന അമ്മ സങ്കല്പത്തിൽ, നമ്മൾ പുരാതന കാലത്ത് യക്ഷിയമ്മ സങ്കല്പം ഇന്നും എത്രയോ നൂറ്റാണ്ടുകളായി പല ഭൂമികളിലും യക്ഷിയമ്മ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആ യക്ഷിയമ്മ സാന്നിധ്യത്തെ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഒറ്റപ്പന ഇവിടെയുണ്ട്. ഒറ്റപ്പന നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ ബ്രഹ്മരക്ഷസിനെ തൊഴുത് നമ്മൾ ബ്രഹ്മരക്ഷസിന് പുറകുവശത്തു കൂടെ ആ ഒറ്റപ്പനയിലേക്ക് നമ്മൾ പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ കടന്നു വന്നു, ബ്രഹ്മരക്ഷസിനെ തൊഴുതു. ഇവിടെ യക്ഷിയമ്മ സങ്കല്പത്തിൽ നമ്മൾ ഈ പനയെ ആരാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ യക്ഷിയമ്മ സന്തതി രക്ഷകയായിട്ടുള്ള യക്ഷിയമ്മയാണ്. നമ്മൾ ഇവിടെ ആ യക്ഷിയമ്മയുടെ സാന്നിധ്യം നമുക്കിവിടെ അനുഭവപ്പെടാൻ സാധിക്കും. നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ വല്ലാത്തൊരു പ്രത്യേക മണവും സുഗന്ധവും ഒക്കെ. ഇവിടെ ചന്ദനത്തിരി ഒന്നും കത്തിച്ച് വെച്ചിട്ടില്ല. നിലവിൽ ഞങ്ങൾ മുമ്പ് കത്തിച്ചിട്ടുണ്ട്, നമ്മുടെ പൂജാസമയത്ത് മാത്രമാണ്. അവിടെ നിന്ന് നമ്മൾ യക്ഷിയമ്മയെ തൊഴുമ്പോൾ അതിന് മുൻവശത്തായിട്ട് ആ യക്ഷിയമ്മയെ നമ്മളിപ്പോൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അമ്മയുടെ രൂപത്തിൽ സന്തതിയെ കയ്യിൽ ഒക്കത്ത് നിൽക്കുന്ന ഒരു മാതൃഭാവത്തിൽ. എല്ലാ ജാതി മതങ്ങളിലും അമ്മ എന്ന സങ്കല്പം അമൂല്യമാണ്. അത്തരത്തിൽ അമൂല്യമായ ഒരു അമ്മ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് സർവർക്കും അമ്മയില്ലാതെ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ എല്ലാ മതത്തിലും എല്ലാ ജാതി വർണ്ണ വർഗ വിവേചനത്തെയും നമ്മൾ മാറ്റി നിർത്തിയാൽ അമ്മ കുഞ്ഞിനെ തോളിൽ എടുത്ത് നിൽക്കാറുണ്ട്. അത്തരത്തിൽ കുഞ്ഞിനെ തോളിലെടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു അമ്മയെ യക്ഷിയമ്മയുടെ രൂപത്തിൽ നമ്മളിവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സന്തതികളെ രക്ഷിക്കുന്ന അമ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ അമ്മയ്ക്കാണ് കഴിയുന്നത്. അമ്മ തന്നെയാണ് പൂർണ്ണമായിട്ടും പരിപാലിക്കുന്നത് എന്നൊരു ഇതുണ്ട്. അത്തരത്തിൽ അമ്മ സങ്കല്പത്തിൽ യക്ഷിയമ്മയെ
പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊന്നും അടച്ചുപൂട്ടുകളില്ല. അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ചവിട്ടാൻ പാടില്ല, ഇവിടെ ചവിട്ടാൻ പാടില്ല, അവിടെ നീങ്ങാൻ പാടില്ല. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ദേവതകൾക്ക് നമുക്ക് കൺമുമ്പിൽ നിന്ന് തൊഴാം, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതോടൊപ്പമുള്ള മറ്റൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേദ്യങ്ങൾ, അവർക്ക് നിവേദ്യം സമർപ്പിക്കുമ്പോഴും മറ്റുള്ള ആളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു നിവേദ്യ സമർപ്പണവും ഇവിടെയല്ല. നമ്മുടെ കൺമുമ്പിലാണ് ദേവതകൾക്ക് നിവേദ്യം നൽകുന്നത്. കാര്യം നമ്മളെ രക്ഷിക്കാനുള്ളവരാണ്. അവരെ നമ്മൾ ഒരു വലിയ വാതിലുകളിൽ ബന്ധിച്ച് നിർത്തുന്നത് നമുക്ക് അവരെ മുൻപിൽ നിന്ന് കാണാൻ സാധിക്കുന്നു എന്നതും കയ്യെത്തും ദൂരത്തിലാണ്. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ അവരോട് പറയാം. അത്തരത്തിലുള്ളൊരു നിർമ്മിതിയാണ് ഇവിടെ കാണാൻ സാധിക്കും. തോളിൽ കുഞ്ഞിനെയും വെച്ച് നിൽക്കുന്ന അമ്മ സ്വരൂപത്തിൽ ലക്ഷ്മിയമ്മ. ഇനി ഇവിടെ നിന്ന് നമ്മൾ മടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുക, ഈ ഭൂമിയിലെ നാഗദേവതകളെന്ന് നമ്മൾ പറയുന്നെങ്കിലും നാഗങ്ങളില്ലാത്ത ഒരു ഭൂമി കാണാൻ സാധിക്കില്ല. അതെ, ഭൂമിയുടെ സംരക്ഷകർ തന്നെയാണ് നാഗങ്ങൾ. അത്തരത്തിൽ നാഗദേവതകളെ നമ്മളിവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ട് വ്യത്യസ്തമായിട്ട് ഈ ഭൂമിയിൽ ആരാണോ അവകാശികൾ അവരെയാണ് നമ്മളിവിടെ ആദ്യം ദർശനം നടത്തേണ്ടത്. അപ്പോൾ നാഗദേവതകളെയും നമ്മൾ കടന്നു വന്ന് ദർശനം നടത്തി. നാഗരാജാവും നാഗയക്ഷിയമ്മയും നാഗകന്യകയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതും നമുക്കകത്ത് കയറി പ്രാർത്ഥിക്കാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെയും നിർമ്മാണം. വരൂ. ഇവിടെ നമ്മൾ കടന്നു വരുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കാലകാലേശ്വരൻ്റെ വിഗ്രഹ പ്രതിഷ്ഠയാണ് ഇവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പക്ഷേ കാലകാലേശ്വരന് മുൻപിലൂടെ കടന്നു പോകുമ്പോൾ പിതൃമോക്ഷദായകനാണ്. ശൈവാരാധനയിൽ എല്ലാവരും പിതൃമോക്ഷദായകനായിട്ട് കാലകാലേശ്വരനെയാണ് ഭജിക്കുന്നത്. അപ്പോൾ കാലകാലേശ്വരൻ്റെ വിഗ്രഹ പ്രതിഷ്ഠ, കാലപാശം വലത്തെ കയ്യിലേന്തിയ ഭഗവാനെ നമ്മളിവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, കാലകാലേശ്വരൻ. പക്ഷേ കാലകാലേശ്വരന് മുൻപിലെത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിന് സപ്തയോദ്ധാക്കൾ അദ്ദേഹത്തിനുണ്ട്. കാലകാലേശ്വരൻ്റെ ഒരു വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് മുൻപ് ഇവിടെ അതിബലനും മഹാബലനും, അതിന് മുൻവശത്തായിട്ട് അവരുടെ അതിബലനും മഹാബലനും പുറകുവശത്തായിട്ട് ഭൈരവനാഗത്തോടു കൂടിയ നന്ദി. തലയ്ക്ക് മുകളിൽ അങ്ങ് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നാഗം, നന്ദിയുടെ തലയ്ക്ക് മുകളിൽ നാഗമുണ്ട്, ഭൈരവ. അതിനു മുൻപായിട്ട് നൃപനും നൃപാരനും എന്ന് പറയുന്ന രണ്ട് യോദ്ധാക്കൾ ഭഗവാന്റെ മുൻവശത്തായിട്ടുണ്ട്. ഇനി കാലകാല സങ്കല്പത്തിലേക്ക് വരുമ്പോൾ, ശൈവസങ്കല്പത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മാക്കളെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ശിവൻ പോയാൽ ശവമായി മാറും. പക്ഷേ ശിവം എങ്ങോട്ടാണ് പോകുന്നത്? അതും ഭഗവാനിലേക്ക് ലയനമാണ്, ഭഗവാനിലേക്ക് ലയിക്കുന്നു. അപ്പോൾ നമ്മളെ അത് കൊണ്ടുപോകുന്നത് ജലപക്ഷിയുടെ പുറത്തു വന്ന് കലാശനും കാലശലനും എന്ന് പറയുന്ന രണ്ട് രൂപങ്ങളാണ്. ഈ 7 പേർക്ക് മധ്യഭാഗത്താണ് സാക്ഷാൽ കാലകാലേശ്വരൻ. വലത് കയ്യിൽ കാലപാശമേന്തി, ഇടതുവശത്തെ കയ്യിൽ ഡമരുവായിട്ടും, അതിന് വലതുവശം അഭയഹാത്തും, അടുത്ത കയ്യിൽ നമ്മുടെ ജീവരേഖയുമായിട്ട് ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതും പൂർണ്ണമായിട്ടും തുറന്ന ഒരു അമ്പലമാണ്, അടച്ചുപൂട്ടിയതിനുമില്ല. ശ്രദ്ധിച്ചാൽ അറിയാം. അതിന് താഴെയായിട്ട് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് എന്തിനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകങ്ങൾ, വിഭൂതി, ഭസ്മമാണ് നമ്മളെപ്പോഴും നെറ്റിയിൽ തൊടുന്നത് ശൈവാരാധനയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വിഭൂതിക്ക് അഭിഷേകം ചെയ്യാൻ വേണ്ടി, ഭസ്മാഭിഷേകത്തിന് വേണ്ടി ഒരു ശിവലിംഗം നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇത് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലെ ദേവതകളെ ആദ്യം ഈ ബ്രഹ്മരക്ഷസൻ നമ്മളിവിടേക്ക് തൊഴാൻ അനുവദിച്ച ബ്രഹ്മരക്ഷസിൻ്റെ അടുത്തേക്ക് വന്നു. അതിനുശേഷം നമ്മുടെ സന്തതികളെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുമായി അമ്മ സങ്കല്പം, അമ്മയെ തന്നെ യക്ഷിയമ്മയെ നമ്മൾ വിളിച്ചു. പക്ഷേ എല്ലാവരും അവരവരുടെ അമ്മയെ മനസ്സിൽ ധ്യാനിക്കുവാൻ വേണ്ടിയാണ് അമ്മ സങ്കല്പത്തിൽ യക്ഷിയമ്മ. ഇനി ഈ ഭൂമിക്ക് അവകാശികളായ നാഗങ്ങളെ നമ്മൾ തൊഴുതു. അതിനുശേഷം നമ്മൾ കടന്നു വന്നത് നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി. നമ്മളെ ഈ ഭൂമിയിലേക്ക് ആരാണോ സൃഷ്ടിച്ചത്, നമ്മുടെ മൺമറഞ്ഞു പോയ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തിക്ക് ഭഗവാന്റെ നടയിലേക്ക് നമ്മൾ വന്ന് പ്രാർത്ഥിച്ചു. ഇനി നമ്മളിവിടെ കാണുന്നത് സാക്ഷാൽ സർവദോഷ ദഹന ഗണപതിയാണ്. എന്താണ് സർവദോഷ ദഹന ഗണപതി? ഭഗവാന് 31 ഭാവങ്ങൾ ഭാരതത്തിലുണ്ട്. വിവിധ ഭാഗങ്ങളിലായിട്ട് 31 ഭാവങ്ങൾ. അതിൽ 30ാമത്തെ ഭാവമാണ് സർവദോഷ ദഹന ഗണപതി. ഈ സർവദോഷങ്ങളെയും, നമ്മളെ ബാധിക്കുന്ന സർവദോഷങ്ങളെയും, നമ്മൾ വിഘ്നങ്ങൾ അകറ്റുന്ന ഗണപതിയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ സർവദോഷങ്ങളെയും ദഹിപ്പിക്കുവാൻ ഭഗവാന് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള വിഘ്നേശ്വരൻ്റെ പ്രതിഷ്ഠ, സർവദോഷ ദഹന ഗണപതിയുടെ പ്രതിഷ്ഠ ഇവിടെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതും ഒരു പ്രത്യേകത. ഇതും പൂർണ്ണമായിട്ടും തുറന്നാണ് ഇരിക്കുന്നത്. ഇതിനും ഒരടച്ചുപൂട്ടില്ല. സർവദോഷ ദഹന ഗണപതി എന്ന് പറയുന്നത് കേരളത്തിൽ മറ്റെവിടെയെങ്കിലും പ്രതിഷ്ഠയുണ്ടോ? അല്ല, മറ്റൊരിടത്തും പ്രതിഷ്ഠയുള്ളതായിട്ട് എനിക്കറിയില്ല. കാര്യസിദ്ധി ഗണപതിയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നാളികേരം നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും നാളികേരം ഉടയ്ക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ ഭഗവാന് സർവ്വദോഷങ്ങളെയും ദഹിപ്പിക്കുന്നു. അതായത് അഗ്നിയോടുകൂടി നാളികേരം സമർപ്പിക്കുകയാണ്. കർപ്പൂരം നാളികേരത്തിന് മുകളിൽ കത്തിച്ചു വച്ച് ഭഗവാന് സമർപ്പിക്കുന്നു. നമ്മൾ അവിടെയും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ
കാണുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ അഗ്നിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെയും ഗണപതി ഭഗവാന് മുൻപിലും നമ്മൾ അഗ്നി നാളികേരം ത്തിന് മുകളിൽ അഗ്നി കർപ്പൂരം വെച്ച് കത്തിച്ചാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഏകമണിനാഥം. കാര്യം വേറെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, മറ്റൊരിടത്തും ഒരു മണിയും നമ്മൾ കെട്ടിയിട്ടിട്ടില്ല. ഈ ഒരൊറ്റ മണിനാഥമാണ് ഇവിടെ ദേവതകൾക്ക് എല്ലാവരുടെ ആരതി സമയത്ത് ഈ മണി ശബ്ദം മാത്രമേ ഉണ്ടാവൂ. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ദേവതകൾ ഈ ഭൂമിയിൽ സർവ്വവ്യാപികളും അതോടൊപ്പം തുല്യ ശക്തിയുമുള്ളവരാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വ്യത്യസ്തമായ സങ്കല്പത്തിലൂടെ പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ദേവതകൾക്ക് പൂർണ്ണമായിട്ടും ഒരേ സ്ഥാനമാണ്. അങ്ങനെയുള്ള ഏക മണിനാഥമാണ് നമ്മൾ. ഈ ഒരൊറ്റ മണി മാത്രമേ ഈ ധർമ്മസ്ഥലയിൽ സ്ഥാപിച്ചിട്ടുള്ളൂ, മറ്റൊരിടത്തും മണിനാഥമില്ല. ദീപാരാധന സമയത്ത് ഈ മണി ശബ്ദം എല്ലാ സ്ഥലത്തും ദീപാരാധന സമയം നടക്കുമ്പോൾ ഈ മണി മാത്രമേ മുഴങ്ങാറുള്ളൂ. വേറെ ഒരു മണിയും ഇവിടെ സങ്കല്പത്തിന്റെ പിന്നിലുള്ള ഒരു ഇതെന്താണ്? അത് ഞാൻ അങ്ങോട്ട് പറയാം. പലപ്പോഴും ശബ്ദം എന്ന് പറയുന്ന ദേവതകളുടെ നമ്മൾ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ആരാധനാലയങ്ങളിലും വാദ്യഘോഷ അകമ്പടി ഉണ്ടാവാറുണ്ട്, എല്ലായിടത്തും, സർവ്വ മതസ്ഥരിലും. പക്ഷേ ഇവിടെ വാദ്യഘോഷങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ആരതി സമയത്ത് ആ ദേവതകൾ ശക്തി പ്രാപിക്കുന്നു. അപ്പോൾ ശബ്ദം എല്ലാവർക്കും തുല്യമായിട്ട് എത്തുന്ന തരത്തിൽ ആരെയും കൂടുതലോ കുറവോ ആയിട്ട് കാണിക്കുന്നില്ല. ഒരു ഏക മണിനാഥത്തിലൂടെ ചെയ്യുമ്പോൾ ആ ശബ്ദമെന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായി എത്തുന്നു എന്ന സങ്കല്പത്തിലാണ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ നിൽക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ മുമ്പിലാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. താരകാസുര വധത്തിന് ശേഷം നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ താരകാസുരൻ്റെ വധത്തിന് ശേഷം സുബ്രഹ്മണ്യ സ്വാമി വളരെയധികം ശാന്തശീലനായി നിൽക്കുന്ന ഒരു ഭാവമുണ്ട്. അത്തരത്തിൽ ശാന്തമായിട്ടുള്ള ഭഗവാന് 4 കൈകളോട് കൂടിയ വളരെ ശാന്തനായിട്ട് നിൽക്കുന്ന ഭഗവാനെയാണ് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത് പ്രതിഷ്ഠിച്ചു? നമ്മളിപ്പോൾ കടന്നു വന്ന വഴികളിൽ നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി നൽകുന്ന കാലകാലേശ്വരൻ്റെ മുന്നിൽ നിന്നും സർവ്വദോഷങ്ങളെയും ദഹിപ്പിക്കുന്ന ഗണപതി ഭഗവാനിലെത്തി. ഇനി നമ്മുടെ യാത്രയിൽ നമ്മളോട് അറിഞ്ഞോ അറിയാതെയോ നമുക്കെല്ലാം മനുഷ്യരാണ്, എല്ലാവർക്കും ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റിൻ്റെ ഫലമായിട്ട് ചില വ്യക്തികൾ നമ്മളോട് ചെറിയ ദേഷ്യം വെച്ച് പുലർത്തും, അല്ലെങ്കിൽ ചില വ്യക്തികൾ നമ്മൾ പോലും അറിയാതെയോ അല്ല അറിഞ്ഞുകൊണ്ടോ ഒരാളിൻ്റെ ശത്രുതാ സ്ഥാനത്തേക്ക് എത്താറുണ്ട്. അപ്പോൾ ഇവിടെ ശാന്തസ്വരൂപനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനമായ കാരണം നമ്മളുടെ ശത്രുക്കൾ, നമ്മളോട് ശത്രുതയുള്ളവർ പോലും നമ്മളോട് വീണ്ടും ഇണങ്ങിച്ചേർന്ന് ശാന്തമായൊരവസ്ഥയിൽ അവരോട് നല്ല ബന്ധം വച്ച് പുലർത്താൻ കഴിയണമെന്ന ഒരു സങ്കല്പത്തിലാണ് ഈ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശത്രുത കൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല. എല്ലാവരോടുമുള്ള ആത്മബന്ധം അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനമാണ്. ഇവിടെ അതിനുവേണ്ടി ശാന്തമായിട്ട് താരകാസുര വധത്തിന് ശേഷം ഉള്ള ശാന്തമായിട്ടുള്ള ഭഗവാനെയാണ് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സുസ്മേരവദനായിട്ടാണ് ഭഗവാന്റെ നിൽപ്പ്. അപ്പോൾ നമ്മുടെ എല്ലാ ദോഷങ്ങളെയും നമ്മുടെ എല്ലാ ശത്രുക്കളെയും ശത്രുത മാറ്റി അവർ നമ്മുടെ പ്രിയ മിത്രങ്ങളായി മാറുവാൻ വേണ്ടിയുള്ള സങ്കല്പമാണ് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക രൂപത്തിലുള്ള വെണ്ണക്കല്ലിലുള്ള ശിവനാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ? അതിനും ഒരു പ്രത്യേകതയുണ്ട്. 2 നാഗങ്ങളാണ് ഭഗവാന്റെ കണ്ഠത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഇതൊരു പ്രത്യേകതയുള്ള വിഗ്രഹമാണ്. ഇത് ഒരുപക്ഷെ ഒരിടത്തും കാണാൻ സാധിച്ചിട്ടില്ല. നാഗമാണ് പലപ്പോഴും ശിവൻ്റെ കണ്ഠത്തിൽ. ഇത് പക്ഷേ 2 സൈഡിലും, അതായത് നമുക്കെപ്പോഴും നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ ഭഗവാൻ ശിവൻ, നമ്മുടെ ധർമ്മത്തിൽ പറയുന്നത് ശിവനില്ലാതെ ഒന്നും പൂർണ്ണമാവില്ല എന്നുള്ളതാണ്. ശിവനില്ലാതെ പൂർണ്ണമാവില്ല. അപ്പോൾ ശിവനില്ലാതെ പൂർണ്ണമാവില്ല എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മളിവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാലകാലേശ്വരനുണ്ട്, അത് പിതൃമോക്ഷദായകനായ ഭഗവാനാണ്. ഇവിടെ സാക്ഷാൽ പരമേശ്വരൻ. അതിനും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ നേടിയാലും ഭഗവാന്റെ കയ്യിൽ കമണ്ടലുമുണ്ട്, ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ മുൻപിലുള്ള യാത്രയിൽ നമ്മളെ കൂടെ കുടിക്കാനുള്ള ജലം നമ്മൾ എടുത്തുകൊണ്ട് ചിലപ്പോൾ യാത്രയാവേണ്ടി വരും. അപ്പോൾ അത്തരത്തിലൊരു സങ്കല്പത്തിലാണ് ഭഗവാൻ പരമേശ്വരൻ്റെ വ്യത്യസ്തമായൊരു രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇനി 2 വശത്തും 2 നാഗഭണങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവർക്കും തുല്യമായ പ്രാധാന്യം ഭഗവാൻ നാഗമല്ല, 2 വശം നമ്മളോടൊപ്പം ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം തുല്യമായ പ്രാധാന്യം നമ്മൾ നൽകി മുൻപോട്ട് പോകണമെന്ന സങ്കല്പത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷ്ഠ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഹനുമാൻ സ്വാമിയുടെ ഒരു വ്യത്യസ്തമായ രൂപമാണ്. പലരും ഇവിടെ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഹനുമാൻ സ്വാമിയുടെ ദ്രംഷ്ട്ര കാണാൻ സാധിക്കുന്നുണ്ട്. അതും ഒരു വ്യത്യസ്തമായിട്ടൊരു ബാല ഹനുമാൻ്റെ രൂപത്തിലാണ്. അതായത് ഹനുമാന് 2 വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട്. ചിന്താമൺ ഹനുമാനും യാത്രാമൺ ഹനുമാനും. ചിന്താമൺ ഹനുമാൻ സ്വന്തം ആയുധമായ ഗദ തറയിലൂന്നി ആശീർവാദത്തോട് നിൽക്കുന്ന രൂപമാണ്. യാത്രാമൺ ഹനുമാൻ
ഗദ തോളിൽ വെച്ച് അഭയഹാത്തോടെ ആശീർവാദത്തോടെ നിൽക്കുന്നു. പക്ഷേ മറ്റൊരു വ്യത്യസ്തമായ പ്രത്യേകത ഭഗവാന്റെ ദ്രംഷ്ട പുറത്ത് തെളിഞ്ഞ് കാണാൻ പറ്റും. അതായത് ഈ പ്രതിഷ്ഠ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ഒരു തടസ്സവും, ഈ ഹനുമാൻ്റെ രൂപം യാത്രാമൺ ഹനുമാൻ യാത്രയ്ക്ക് വേണ്ടി സീതയെ കൊണ്ടുവരാൻ വേണ്ടി യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്ന ഭഗവാന്റെ രൂപമാണ് സങ്കല്പിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകളുണ്ട്. ആ യാത്രകൾക്കൊരിക്കലും തടസ്സം വരുത്തരുതേ എന്ന രീതിയിലാണ് നമ്മൾ ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കടന്നു വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷ്ണു വിഗ്രഹമാണ് നമ്മൾ കാണുന്നത്. വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷ്ണു വിഗ്രഹമാണ് ഈ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഇവിടെ നിൽക്കുന്നു. നമ്മൾ ഈ പത്മനാഭൻ്റെ മണ്ണിലാണ്. തിരുവനന്തപുരം എപ്പോഴും എടുത്തു നോക്കുമ്പോൾ ശ്രീ പത്മനാഭൻ്റെ മണ്ണാണ്. പക്ഷേ ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ ഭഗവാൻ പള്ളി കൊണ്ട് കിടക്കുന്നൊരു രൂപമാണ് നമുക്കുള്ളത്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാലറിയാം ഭഗവാൻ പള്ളി കൊണ്ട് കിടന്നിട്ട് എണീറ്റിരിക്കുന്ന ഒരു രൂപത്തിലുള്ള വിഷ്ണുവും ലക്ഷ്മിയുമാണ്. ഇതിൻ്റെ പ്രതിഷ്ഠയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മിത്രങ്ങളാവാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മുടെ യാത്രകൾക്ക് മംഗളകരമാകാൻ നമ്മൾ സാക്ഷാൽ യാത്രാമൺ ഹനുമാനെ പ്രാർത്ഥിച്ചു. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ധർമ്മത്തിനനുസരിച്ച് സ്ഥിതികാരകനായ വിഷ്ണു, നമുക്കെല്ലാം സമ്മാനിക്കുന്ന ലക്ഷ്മി, ഈ രണ്ടുപേരും വിഷ്ണു ലക്ഷ്മി സാന്നിധ്യത്തിൽ ഇവിടെ വരുമ്പോൾ രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ട് നമ്മളെ ജീവിതത്തിൽ എല്ലാവരും ജീവിതത്തിൻ്റെ ഭംഗി കഴിയുന്നതത്ര നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിനുവേണ്ടി വിഷ്ണുവിനോടും ലക്ഷ്മിയോടും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ. അതും പ്രത്യേകതയുള്ളൊരു വിഗ്രഹമാണ്. ഭഗവാനും അഭയഹാത്തിലാണ്, നമുക്ക് ആശീർവാദം തരുന്നു. അതായത് ഭഗവാൻ എണീറ്റിരിക്കുന്ന ഒരു വ്യത്യസ്തമായ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ ഇത്തരത്തിൽ നമ്മൾ താഴെ മൺതിട്ടയിൽ ഇത്രയും പ്രതിഷ്ഠ നമ്മൾ ഇവിടെ കാണാൻ നമുക്ക് സാധിച്ചു. ഇവിടെയും ഭഗവാനെ നമ്മൾ അടച്ചു പൂട്ടിയിട്ടില്ല. അപ്പോൾ നിലവിൽ എല്ലായിടത്തും ഭഗവാനോട് നമ്മൾ നേരിട്ട് അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ നിർമ്മാണം. ആനന്ദ്ജി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ തുറന്ന ഒരു ക്ഷേത്രവാതിലുകൾ എന്ന ആ ഒരു സങ്കല്പം? നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം കേരളത്തിൽ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും അടച്ചുപൂട്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ തുറന്ന ക്ഷേത്രം എന്നൊരു സങ്കല്പം, ആ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ധൈര്യം അതെങ്ങനെ ഉണ്ടായി? ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ദേവതകൾ നമ്മളെല്ലാവരും നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളും ദുഃഖങ്ങളും ഒക്കെ അകറ്റാനാണ് നമ്മളെപ്പോഴും ദേവതാ ചൈതന്യങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതെ, അവരെ കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ രക്ഷിക്കുന്നവരെ നമ്മളെന്തിനാണ് അടച്ചുപൂട്ടിയിടുന്നവർ? നമ്മളെ രക്ഷിക്കുന്നവരാണ് അവർ. അപ്പോൾ അവർക്ക് നമ്മളിനി എന്തൊക്കെ അവരെ മറച്ചു വെച്ചു? നമ്മൾ ദൈവത്തിനെല്ലാം കാണാൻ കഴിയുമെന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. ദൈവത്തിനെല്ലാം കാണാൻ പറ്റുന്നുണ്ട്, ഭഗവാൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ദേവി കാണുന്നുണ്ട്. അപ്പോൾ അവർ നമ്മുടെ എല്ലാ പ്രവൃത്തികളും കാണുന്നുണ്ട്. നമ്മുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രവൃത്തികൾ ദൈവങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ അവരെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ തുറന്നു വച്ചിരിക്കുന്ന അമ്പലങ്ങളിൽ നമ്മളെല്ലാവരും അറിയുന്നു, നമ്മളെക്കുറിച്ച് അറിയുന്നു. അപ്പോൾ ഏറ്റവും വലിയൊരു സത്യം, അവർ തുറന്നിരിക്കുമ്പോൾ നമുക്കൊരു മറയില്ലാതെ അവരുടെ മുമ്പിൽ പോയി നിൽക്കാം. നമുക്കൊരു മറയുടെ ആവശ്യമില്ല. അവരെല്ലാം നമ്മളെ കാണുന്നു, നമ്മളുടെ കാര്യങ്ങൾ അവർ നടപ്പിലാക്കി തരുന്നു, നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ വിഗ്രഹങ്ങളെയും ദൈവങ്ങളെയും ഈശ്വരന്മാരെയും ഒക്കെ പ്രാർത്ഥിക്കുന്നു, ദേവീ ദേവതമാരെ. അപ്പോൾ ഇവിടെ ആ ഒരു രീതിയിൽ തന്നെയാണ് നിർമ്മാണം. എന്ന് പറഞ്ഞാൽ എല്ലാം തുറന്നതാണ്. നമ്മളൊന്നും അടച്ചുപൂട്ടി ഒളിച്ചു വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദേവതകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ നമ്മളവരെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. അടച്ചുപൂട്ടി കഥകിട്ട് അവരാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അത്തരത്തിലൊരു സങ്കല്പത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്.